ഹായ് ഗൈസ്, നമുക്ക് എന്തായാലും ഇന്ന് ചെറുതായിട്ടൊരു ലഞ്ച് തയ്യാറാക്കാം. കുറെ ദിവസം ലഞ്ച് റൈസ് ഒക്കെ കുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ചെറിയൊരു പയർ തോരനുണ്ട്, ഒരു മാങ്ങ അച്ചാർ, മീൻ കറി, മീൻ ഫ്രൈ, പിന്നെ എന്തെങ്കിലും ഒരു രസം വെക്കാം. നമുക്ക് രസമോ പുളിശ്ശേരി എന്തെങ്കിലും, പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാങ്ങ അച്ചാർ റെഡിയാക്കാം. അപ്പൊ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് കേട്ടോ ഇടുന്നത്. പിന്നെ വിനീഗർ ഉണ്ട്, കുറച്ച് മുളക് പൊടി, ഉപ്പും മുളക് പൊടിയും. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടുന്ന ടൈമിൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ ആകുമ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അതൊന്ന് ബ്രൗൺ ആയി വരുന്ന ടൈമിൽ നമുക്ക് വിനീഗർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടത് കുറച്ചാണ്, അപ്പോൾ ബാക്കിയും കൂടെ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു അല്പം പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടേ ഉള്ളൂ, ഒരുപാട് തണുക്കണമെന്നില്ല, ചെറിയ ചൂടാണ്. നമ്മുടെ അടിപൊളി മാങ്ങാച്ചാരോട് റെഡിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അത് മറന്നു പോയിടാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മീൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പച്ചമാങ്ങ ഉള്ളതുകൊണ്ട് 2 പച്ചമാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടാണ് കേട്ടോ ഇന്ന് തക്കാളിയൊക്കെ ഇട്ടാണ് മീൻ കറി വെക്കുന്നത്. അപ്പോൾ മീൻ കറി തിളച്ചിട്ടുണ്ട്, മീൻ ഇട്ട് കൊടുക്കാം. വേളാപ്പാരയാണ് കേട്ടോ മീൻ, ഇന്ന് കുറച്ച് ചാളയുണ്ട്, അതുകൊണ്ടാണ് പറയാം. അപ്പോൾ അതാ മീൻ മാഗ്നറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പയർ തോരത്തിൻ്റെ ഞാൻ അരപ്പിട്ടിട്ടുണ്ട്, തോരനായിട്ടുണ്ട്. മാങ്ങ അച്ചാർ റെഡിയാണ്. നല്ല പുളിശ്ശേരിയുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, വേളാപ്പാര ഫ്രൈ ഉണ്ട്, പയർ തോരനുണ്ട്, വേളാപ്പാര മീൻ കറി ഉണ്ട്, നല്ല ചൂട് ചോറും. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഫുഡ് കഴിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അമ്മാമയ്ക്ക് കൊടുക്കുക. അപ്പൊ അമ്മാമ്മയുടെ പ്ലേറ്റ് കണ്ടോ, അമ്മാമയ്ക്ക് മഞ്ഞ പ്ലേറ്റും മഞ്ഞ ഗ്ലാസ്സും ഒക്കെയാണ് കേട്ടോ. അമ്മാമ ഗുരുദേവന്റെ ആളാണ്. അമ്മാമയ്ക്ക് മഞ്ഞയാണ് കേട്ടോ ഏറ്റവും ഫേവറേറ്റ് കളറ്. അപ്പൊ അമ്മാമയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാനും കഴിക്കാനിരുന്നു. അപ്പൊ മാങ്ങാച്ചാറിന്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മാങ്ങാച്ചാർ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇവാനക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇവാനക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നത്. നമ്മൾ ഒരു പതുക്കെ കഴിക്കത്തുള്ളൂ, 1 മണിക്കൂർ എടുക്കും ഫുഡ് കഴിക്കുക. അതുകൊണ്ട് എന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.